ഹലോ. മഴയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കാൻ ഇറങ്ങി. അപ്പം ഞാൻ ഓർത്തു, വൈ ഷുഡൻറ്റ് ഐ ഷെയർ സം ഗുഡ് തോട്ട്സ് വിത്ത് യു? ഇങ്ങനൊരു സീരിയസ് ആഗ്രഹം ഉണ്ടായി. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബിലോ. ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ എവറിബഡി ഔട്ട് ദർ ഇസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വി ആർ ഗോയിങ് ത്രൂ. നമ്മൾ ശരിക്കും നമ്മുടെ ടഫ് ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, അല്ലെങ്കിൽ സാഡസ്റ്റ് ആയിരിക്കും. ബട്ട് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ പാത്ത്സ് വി ആർ വാക്കിംഗ് ത്രൂ. നമ്മൾ നടന്ന് തീർത്ത വഴികളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴികളുമാണ് നമ്മളെ നാം ആക്കിയതല്ലേ. അത് ശരിക്കും ഭയങ്കര ഇൻഡെപ്ത് മീനിങ്ങിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള അറിവൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴൊക്കെയോ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ആൻസേർഡ് പ്രെയർ ആയിരിക്കും നമ്മുടെ ലൈഫ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ടു ഹാവ് എ ബെറ്റർ ലൈഫ്. അതാണ് ഹോപ്പ് എന്ന് പറയുന്നത്. സോ whatever we come through, whatever we are hoping through, that is how our life is going to be developed. That is how our life is going to be shaped. So I think we ourselves are shaping our future. ഇന്നത്തെ ദിവസം നമ്മൾ 100% കൊടുത്ത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ലേസിനെസ് കൊണ്ട് ചെയ്യാതിരിക്കുക. എനിക്കും കൂടെ ഉള്ളൊരു തോട്ടാണ് കേട്ടോ അത്. ചില ദിവസം എനിക്കും മടി പിടിക്കാറുണ്ട്. ഞാനും അങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മടിയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് ഇന്നത്തെ ദിവസം 100% കൊടുത്താൽ നാളെ അതിനുള്ള റിസൾട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ദേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കുണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടും ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കത്ര കറക്റ്റായിട്ട് ആ ഡയലോഗ് അറിയില്ല. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ തക്കവണ്ണം കരങ്ങളെ തന്ന് മനുഷ്യനെ പാരിൽ അയച്ചവൻ ദൈവം. അത് ശരിക്കും ആ ഒരു സംഭവം ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ശരിയാണ്. ഒരു കണക്കിന് ആലോചിച്ചാൽ നമുക്ക് എന്തൊക്കെ നമുക്ക് നേടണോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ അത് നമുക്ക് ഉറപ്പായിട്ടും എത്തും. സോ നമ്മുടെ ലൈഫിൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ശരിക്കും നമ്മൾ ഭയങ്കര വേഴ്സ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ കുറ്റപ്പെടുത്താതെ അതിലൊരു ഗ്രേറ്റ്ഫുൾനെസ് കണ്ടെത്തി ഒരു ഹോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക. വൺ ഡേ യു വിൽ ബി ദെയർ. ഫോർ ഷുവർ യു വിൽ ബി ദെയർ. വാട്ട് എവർ യുവർ ഡ്രീംസ് ആർ, യു ആർ ഗോയിങ് ടു അച്ചീവ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ശരി, നെക്സ്റ്റ് ഡേ നമുക്കൊരു നല്ല തോട്ടുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.